നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണപ്രിയ, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ഫ്രം ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് HIV അഥവാ എയ്ഡ്സിനെ പറ്റിയാണ്. ഈ വരുന്ന ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയി ആചരിക്കുന്നു. 36 years ago തുടങ്ങിയ ഈ ഒരു ദിനാചരണം HIV വൈറസ് കാരണം ഉണ്ടാകുന്ന എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ്. സോ HIV അഥവാ എയ്ഡ്സ് എന്താണെന്ന് നമുക്കറിയാം. HIV എന്ന് പറയുന്ന വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇതൊരു റെട്രോവെരിഡിയെ ഫാമിലി ഓഫ് വൈറസസിൽ നിന്നാണ് വരുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നു. അങ്ങനെയാണ് പ്രതിരോധ ശക്തി ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് കളക്റ്റീവ്ലി ആണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഈ വൈറസ് കാണപ്പെട്ടത്. ഈ വൈറസ് മങ്കി സ്പീഷീസിലാണ് ആദ്യം കാണപ്പെട്ടത്. ആ സമയത്ത് ഈ വൈറസിന്റെ പേര് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നായിരുന്നു. ഹ്യൂമൻസിൽ ഈ ഇൻഫെക്ഷൻ വന്നപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസായി അറിയപ്പെട്ടു. അതിനുശേഷം ഒഫീഷ്യലി ഡോക്യുമെന്റേഷൻ നമ്മൾ കാണുന്നത് ലോസ് ആഞ്ചലസ് നഗരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോമോസെക്ഷൽ മെന്നിൽ ഒരു പ്രത്യേകതരം ന്യൂമോണിയ കണ്ടെത്തി. ന്യൂമോണിയയുടെ കാരണം ആയ ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കാരണം വന്ന് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സ്റ്റേറ്റിൽ നിന്നുണ്ടായ ഒരു ന്യൂമോണിയാണെന്ന് മനസ്സിലായത്. ഇന്ത്യയിൽ 1986 ഡോക്ടർ സുനീത സോളമൻ ചെന്നൈയിൽ ഫസ്റ്റ് കേസ് ഡയഗ്നോസിസ് ചെയ്യുന്നു അമംഗ് എ ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്. അതിനുശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം കൊണ്ടുവരുന്നത് ഫോർ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ് എന്ന ഡിസീസ്. ഏതൊക്കെ പോപ്പുലേഷനിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് അഥവാ ഹൈ റിസ്ക് പോപ്പുലേഷൻ ഏതൊക്കെയാണ്? മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ റൂട്ട് ആണ്. സോ ഇതിന്റെ ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്ന വ്യക്തികൾ അഥവാ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ള വ്യക്തികൾ. ഈ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ള വ്യക്തികൾ, ആ വ്യക്തികൾ ഏർപ്പെടുന്ന വ്യക്തികൾക്കും മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. അതിനാൽ ഈ HIV ആർക്കെങ്കിലും രോഗബാധിത ഉണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് IV ഡ്രഗ് യൂസേഴ്സ്. IV ഡ്രഗ് യൂസേഴ്സ് അവരുടെ നീഡിൽസ് ഷെയർ ചെയ്യുമ്പോൾ HIV അണുബാധ ഉള്ള ഒരു നീഡിൽ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഡ്രഗ് യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കാണുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സെക്സ് വർക്കേഴ്സ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഹോമോസെക്ഷുവൽസ് ഇങ്ങനെയാണ്. അതേപോലെ HIV ഇൻഫെക്റ്റഡ് ആയ അമ്മയിൽ നിന്നും കുഞ്ഞിന് ഇൻഫെക്ഷൻ പകരാവുന്നതാണ്. ഇനി ഈ ഇൻഫെക്ഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് HIV വൈറസ് എന്ന് പറയുന്നത് ബോഡിലി ഫ്ലൂയിഡ്സ് ആണ്, അതായത് നമ്മുടെ ബോഡിയിലെ സ്രവങ്ങൾ. ഏറ്റവും കോമൺ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ HIV റിപ്പോർട്ടഡ് കേസസ് കാണുന്നത് സെക്ഷുവൽ റൂട്ടിൽ കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ സെക്ഷുവൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള ഒരു അസുഖമായി HIV എയ്ഡ്സ് മാറി. രക്തം കലർന്ന ബോഡി ഫ്ലൂയിഡ്സ്, അതായത് വജൈനൽ ഫ്ലൂയിഡ് ആവാം, ഏനൽ ഫ്ലൂയിഡ് ആവാം, അല്ലെങ്കിൽ രക്തം കലർന്ന സലൈവ, ഇതിലെല്ലാം കൂടെ HIV വൈറസ് സ്പ്രെഡ് ആവുന്നതാണ്. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഉമിനീർ, കണ്ണുനീർ, വേർപ്പ് ഇതിലൊന്നും കൂടെ HIV ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതല്ല. അതിനാൽ HIV അണുബാധ ഉള്ള ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിരിക്കുകയോ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയോ അവർ യൂസ് ചെയ്ത ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിൽ യാതൊരു റിസ്ക്കും ഇല്ല. ഇനി വൺസ് HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് കാണപ്പെടുന്നത്? HIV വൈറസിന്റെ ഇൻക്യുബേഷൻ പീരിയഡ് കുറച്ച് മാസം തൊട്ട് വർഷങ്ങൾ വരെ എടുക്കാവുന്നതാണ്. 75% പേഷ്യൻസിലും HIV അണുബാധ വന്നു കഴിഞ്ഞാൽ എയ്ഡ്സ് എന്ന അസുഖം 10 വർഷത്തിന് ശേഷമാണ് കാണപ്പെടുന്നത്. സിവിയറിറ്റി ഓഫ് ദ ഡിസീസ് അഥവാ രോഗത്തിന്റെ തീവ്രത നമ്മുടെ ശരീരത്തിൽ കയറുന്ന വൈറൽ ലോഡ് അനുസരിച്ചിരിക്കും. സോ വൈറൽ ലോഡ് കൂടുന്തോറും ശരീരത്തിന്റെ പ്രതിരോധ ശക്തി അത്രയേറെ സപ്രസ്ഡ് ആകും. അപ്പോൾ ഈ HIV അണുബാധ വൺസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അത് സ്പ്രെഡ് ആവുകയും അറ്റാച്ച് എവിടെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. HIV വൈറസ് ഇതിനൊരു ഹോസ്റ്റ് സെല്ലുലാർ റിസപ്റ്റർ വേണം ബോഡിയിൽ അറ്റാച്ച് ആവാൻ. ഈ ഹോസ്റ്റ് സെല്ലുലാർ റിസപ്റ്റർ അല്ലെങ്കിൽ ആന്റിജന്റെ പേരാണ് CD4. അതുകൊണ്ടാണ് നമ്മൾ HIV അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ CD4 കൗണ്ട് നോക്കുന്നത്. ഈ CD4 ആന്റിജൻ കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നോക്കുന്ന T സെൽസ് ആൻഡ് മാക്രോഫേജസ് സെൽസിലാണ്. സോ വൺസ് HIV അണുബാധ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വൈറസ് CD4 ആന്റിജൻ T സെൽസിന്റെയും മാക്രോഫേജസിന്റെയും മുകളിലുള്ള ഈ ആന്റിജനിൽ പോയി അറ്റാക്ക് ചെയ്യും. ഈ CD4 സെല്ലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി പതിയെ കുറയാൻ തുടങ്ങും. അങ്ങനെ ഒരു കളക്റ്റീവ്ലി സൈൻസ് ആൻഡ് സിംറ്റംസ് ഡെവലപ്പ് ആവുമ്പോഴാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ എയ്ഡ്സ് ഉണ്ടാവുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ HIV ഇൻഫെക്ഷൻസിന്
പലതരത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റേജിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 1 to സ്റ്റേജ് 4 ഇത് അഡൽട്സിനും ചിൽഡ്രനും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിനിക്കൽ സ്റ്റേജ് 1-ൽ മുതിർന്നവർക്ക് നമ്മൾ കാണുന്നത് വളരെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത അഥവാ സിംറ്റമാറ്റിക് സ്റ്റേജ് ആണ് കാണുന്നത്. കുട്ടികളിലും അതെ. അഥവാ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ കഴലവീക്കം അഡൽട്സിലും കുട്ടികളിലും കാണാം. ക്ലിനിക്കൽ സ്റ്റേജ് 2-ൽ അഡൽട്സിൽ കാണുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, അതായത് ലെസ് ദൻ 10%, റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, ഓറൽ അൾസേഴ്സ്, റെക്കറൻ്റ് ആയിട്ട് വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇവയൊക്കെയാണ് കാണപ്പെടുന്നത്. കുട്ടികളിലാണെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മാൽന്യൂട്രീഷൻ, ഓറൽ അൾസേഴ്സ്, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് വാട്സ്, മൊളസ്കം കണ്ടേജിയോസം ഇവയൊക്കെയാണ്. ക്ലിനിക്കൽ സ്റ്റേജ് 3-ൽ നമ്മൾ അഡൽട്സിൽ കാണപ്പെടുന്നത് സിവിയർ ആയിട്ടുള്ള വെയിറ്റ് ലോസ്, അതായത് 10%-ലേറെ, അതേപോലെ ക്രോണിക് ആയിട്ടുള്ള ഡയറിയ, 1 മാസത്തിലേറെ നിൽക്കുന്ന ഡയറിയ, ക്രോണിക് ആയിട്ടുള്ള പനി, അതേപോലെ തന്നെ പൾമിനറി TB, അതായത് ലങ്സിൽ TB കാണുന്നതും, സിവിയർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, നമ്മുടെ ബ്രെയിനിൽ അതേപോലെ ലങ്സിലൊക്കെ സിവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, അതേപോലെ ഹീമോഗ്ലോബിൻ നല്ല രീതിയിൽ കുറയുന്നത്, ഇവയൊക്കെയാണ് സ്റ്റേജ് 3-ൽ കാണപ്പെടുന്നത്. ക്ലിനിക്കൽ സ്റ്റേജ് 3 കുട്ടികളുടെ കേസിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡയറിയ, ദാറ്റ് ഇസ് മോർ ദൻ 14 days, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫീവർ, വായിൽ പൂപ്പൽ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ക്ലിനിക്കൽ സ്റ്റേജ് 4 അഥവാ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അഡൽട്സിലും കുട്ടികളിലും ഏറെക്കുറെ സെയിം ആയിട്ടാണ് വരുന്നത്. സിവിയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് 2 കാറ്റഗറി പീപ്പിളിലും കാണാം. അഡൽട്സിൽ വരുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടോക്സ്മോപ്ലാസ്മോസിസ്, ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ, അതേപോലെ എക്സ്ട്രാ പൾമിനറി TB, ക്യാൻസർ വരെ ബാധിക്കാം, കപ്പോസി സാർക്കോമ. കുട്ടികളുടെ കേസിലും ഇതേപോലത്തെ ഇൻഫെക്ഷൻസ് കാണുന്നതാണ്. CDC ക്ലാസിഫിക്കേഷനിൽ CD4 കൗണ്ടിലാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്. അതിൽ ഇതേപോലെ 4 സ്റ്റേജസ് ആണ്. സ്റ്റേജ് 0, 1, 2, 3, 4 ഓർ അൺഎക്സ്പ്ലെയിൻ. ഇത് CD4 കൗണ്ടിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതാണ്. ഇനി HIV അണുബാധ ഉണ്ടായി, നമുക്കതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായി, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡയഗ്നോസിസ് കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഒത്തിരി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ്, റാപ്പിഡ് കിറ്റ് ടെസ്റ്റ്, അതായത് എലീസ ടെസ്റ്റുകൾ, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ അതായത് പല ജനറേഷൻ അവൈലബിൾ ആണ്. അതിൽ 3rd ഉം 4th ഉമാണ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് തരുന്നത്. ഇനി അഥവാ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. വൺസ് ഡയഗ്നോസിസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CD4 കൗണ്ടാണ്. CD4 കൗണ്ട് നോക്കുകയും വൈറൽ ലോഡ് നോക്കുകയും വളരെ അത്യാവശ്യമാണ്. ഈ 2 കൗണ്ട്, അതായത് വൈറൽ കൗണ്ടും CD4 കൗണ്ടുമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ്. ഇതിൻ്റെ കൂടെ തന്നെ ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ലിവർ ഫംഗ്ഷൻ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം ചെയ്യേണ്ടതാണ്. ഓൾസോ വേറെ STDs ഉണ്ടോ എന്നും കൂടെ നമ്മൾ സീറോളജി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, അതായത് ഹെപ്പറ്റൈറ്റിസ്, VDRL എന്നിവ. ഇനി HIV ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് ലഭിക്കുന്നത്? HIV-യുടെ ട്രീറ്റ്മെൻറ്റ് അഥവാ എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എല്ലാ ഗവൺമെൻറ് സെറ്റപ്പിലും അവൈലബിൾ ആണ്. അതായത് മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, സബ് ഡിസ്ട്രിക്ട് ലെവലിലെല്ലാം അവൈലബിൾ ആണ്. HIV ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി അല്ലെങ്കിൽ ഹൈലി ആക്റ്റീവ് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി HART എന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി എല്ലാ ഗവൺമെൻറ് സെറ്റപ്പിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ലേറ്റസ്റ്റ് ഡ്രഗ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തുവെന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലെസ് സൈഡ് എഫക്ട്സ് ആണ്, ഈസി ടു യൂസ് ആണ്, കൺവീനിയൻറ്റുമാണ്. ഒരു HIV അണുബാധ ഉള്ളൊരു പേഷ്യൻറ്റിന് ഈസി ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി എടുക്കുമ്പോൾ ഒരു ദിവസം പോലും മരുന്ന് വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. ഒരിക്കൽ ഡീഫോൾട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എങ്ങനെ ഈ HIV അണുബാധ വരാതെ നോക്കാം? ഇപ്പോൾ HIV അണുബാധ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസും അവൈലബിൾ ആണ്. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് HIV പോസിറ്റീവ് ആയിട്ടുള്ള കപ്പിൾസിനാണ്, കുഞ്ഞിന് അസുഖം വരാതിരിക്കാനും. അങ്ങനെയുള്ള ഒരു കേസ് സിനാരിയോയിലാണ് നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് കൊടുക്കുന്നത്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സ് കൊടുക്കുന്നത് മോസ്റ്റ് കോമൺലി ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ സിനാരിയോയിലാണ്. അതായത് ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ വിത്തിൻ 72 hours പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കേണ്ടതാണ്. ആൻഡ് ടെസ്റ്റ് വിത്തിൻ 28 days ചെയ്യുകയും അഥവാ ഇൻഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് ഈ ടെസ്റ്റ് 3 മാസത്തിലും 6 മാസത്തിലും റിപ്പീറ്റ് ചെയ്യണം. HIV അണുബാധ പ്രിവെൻറ്റ് ചെയ്യേണ്ട മറ്റ് മെഷേഴ്സ് എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ബിഹേവിയർ
അതായത് ഈ നേരത്തെ നമ്മൾ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, അതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സോ സേഫ് സെക്സ് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതേപോലെ നീഡിൽസ് യൂസ് ചെയ്യുന്ന സിനാരിയോ, ടാറ്റു പാർലറിലൊക്കെ പോകുമ്പോൾ സ്റ്റെറൈൽ ആയിട്ടുള്ള നീഡിൽസും സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയറമെന്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. മെഡിക്കൽ പേഴ്സണൽസിന്റെ കേസിൽ യൂണിവേഴ്സൽ പ്രിക്കോഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇത്തവണത്തെ വേൾഡ് എയ്ഡ്സ് ഡേ തീം എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അതായത് നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണ്. എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. സാധാരണ വ്യക്തികളെ പോലെ എയ്ഡ്സ് ബാധിച്ച രോഗികൾക്കും ജീവിക്കാവുന്നതാണ്. ഇവരെ അകറ്റി നിർത്തേണ്ടതല്ല, ചേർത്ത് പിടിക്കേണ്ടതാണ്.